ഈ ഫാൻ വാങ്ങാന്ന് പറയുന്നത് ഒരു ഈസി ആയിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് തോന്നും. പക്ഷെ മാർക്കറ്റിൽ നോക്കിയാൽ അപ്പ തുടങ്ങും കൺഫ്യൂഷൻ. നോർമൽ ഫാൻ എടുക്കണോ, BLDC ഫാൻ എടുക്കണോ? BLDC ഫാൻ എടുക്കുമ്പോ തന്നെ ആറ്റംബർഗ്, ക്രോംപ്ടൺ, ഹാവൽസ്, ഓറിയന്റ് ഇതിലൊക്കെ ഏത് ബ്രാൻഡാണ് നല്ലത്? ഈ വീഡിയോയിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് നോക്കാം. BLDC ഫാൻ എടുക്കുന്നത് വെർത്ത് ആണോ? റൂം സൈസിനനുസരിച്ച് എങ്ങനെ ഫാൻസ് സെലക്ട് ചെയ്യണം? കൂളിംഗ് പെർഫോമൻസ് എങ്ങനെ ചെക്ക് ചെയ്യണം? ആറ്റംബർഗിന്റെ അമേസ, പ്രൈം, എലൈറ്റ്, ഗ്ലാഡിയസ് ഇതിൽ ഏതാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ? എസ്പെഷ്യലി കേരളത്തിൽ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഉള്ള സാഹചര്യത്തിൽ ആറ്റംബർഗ് ഫാനുകൾ എന്തുകൊണ്ട് സേഫ് ചോയ്സ് എന്നുള്ളത് നോക്കാം. ഇങ്ങനെ ഫാൻ റിലേറ്റഡ് ആയുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ നോക്കാം. സാധാരണ ഫാനിൽ യൂസ് ചെയ്യുന്ന മോട്ടർ ഇൻഡക്ഷൻ മോട്ടറാണ്. പക്ഷെ BLDCയിൽ ബ്രഷ്ലെസ് മോട്ടറാണ്. ഇതുകൊണ്ട് കിട്ടുന്ന അഡ്വാൻറ്റേജ് ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ കുറവായിരിക്കും, ഫാൻ സ്മൂത്ത് ആയിട്ട് കറങ്ങും, മോട്ടറിന്റെ നോയ്സും കുറയും. പക്ഷെ ഒരു ഇമ്പോർട്ടന്റ് റിയാലിറ്റി കൂടെ പറയാം, ഇലക്ട്രിസിറ്റി സേവിങ്സ് നിങ്ങൾ റിപ്ലേസ് ചെയ്യുന്ന ഫാൻ അനുസരിച്ചാണ്. എക്സാമ്പിളിന് ഓൾഡ് ഫാൻ 75 മുതൽ 90 വാട്ട്സ് വരെയും BLDC ഫാൻ 28 മുതൽ 35 വാട്ട്സ് വരെയുമാണ്. ഇത് നോക്കുമ്പോൾ തന്നെ ഇലക്ട്രിസിറ്റി സേവ് നല്ല രീതിയിൽ ഉണ്ടാകും. പക്ഷെ ഇപ്പൊ ഇറങ്ങുന്ന പുതിയ നോർമൽ ഫാൻ 50 വാട്ട്സും BLDC ഫാൻ 28 വാട്ട്സും ആണ്. നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫാന് ഏകദേശം 50 വാട്ട്സ് കറണ്ട് ഉപയോഗിക്കുന്നതാണെങ്കിൽ BLDC ഫാനിലേക്ക് മാറുമ്പോൾ യൂസേജിനനുസരിച്ച് വർഷത്തിൽ ഏകദേശം 1200 രൂപ തൊട്ട് 1500 രൂപ വരെ ലാഭിക്കാൻ സാധ്യതയുണ്ട്. അതായത് ലോങ് ടേമിൽ നല്ല രീതിയിൽ ഇലക്ട്രിസിറ്റി ബില്ല് കുറക്കാൻ ഇത് സഹായിക്കും. ഒരു സിമ്പിൾ സാമ്പിളും കൂടെ നമുക്ക് നോക്കാം. ഓൾഡ് ഫാൻ 90 വാട്ട്സും BLDC ഫാൻ 28 വാട്ട്സും ആണല്ലോ. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഇപ്പോൾ ഒരു 12 മണിക്കൂർ കൂട്ടാം. കറണ്ടിന്റെ റേറ്റ് പെർ യൂണിറ്റിന് 6 രൂപയായിട്ടും കൂട്ടാം. പഴയ ഫാൻ വർഷത്തിൽ കൺസ്യൂം ചെയ്യുന്നത് 390 യൂണിറ്റ് വരും. ഇനി BLDC ഫാൻ ആണെങ്കിൽ അത് വർഷത്തിൽ 120 യൂണിറ്റ് ആണ് കൺസ്യൂം ചെയ്യുക. അങ്ങനെ നോക്കുമ്പോൾ വർഷത്തിൽ ഏകദേശം 270 യൂണിറ്റ് ആണ് നമുക്ക് ഇതിൽ സേവ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഏകദേശം 1500 രൂപ മുതൽ 1700 രൂപ വരെ വർഷത്തിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇത് തന്നെ നിങ്ങളുടെ വീട്ടിൽ 4 ഫാൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം 6000 രൂപ വരെ വർഷത്തിൽ നമുക്ക് ലാഭിക്കാം. അപ്പൊ ഇലക്ട്രിസിറ്റി ബില്ലിൽ എത്ര ഡിഫറൻസ് വരും എന്നുള്ളത് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി റൂം സൈസിനനുസരിച്ച് ഏത് ഫാൻ വെക്കണം എന്നുള്ളത് നോക്കാം. ഫാൻ സൈസ് യൂഷ്വലി സ്വീറ്റ് സൈസ് ആയിട്ടാണ് പറയുന്നത്. 900 mm ആണെങ്കിൽ ചെറിയ റൂംസ്, കിച്ചണ്, സ്റ്റഡി റൂം ഇവിടേക്കൊക്കെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. 1200 mm എന്ന് പറയുന്നത് എല്ലാവരും കോമൺ ആയിട്ട് വാങ്ങുന്ന ഒരു സൈസാണ്. ഇത് ബെഡ്റൂം, നോർമൽ ഹാൾസ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വെക്കാം. ഇതിന് പുറമെ 1400 mm എന്നുള്ളൊരു സൈസ് ഉണ്ട്. ഇത് ലാർജ് ഹാളിലേക്കൊക്കെ വെക്കാൻ വേണ്ടിയാണ്. അതിൽ തന്നെ ചെറിയൊരു ടിപ്പും കൂടെ പറഞ്ഞുതരാം. വലിയ ഹാളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വലിയ ഫാൻ വെക്കുന്നതിന് പകരം 2 മീഡിയം ഫാൻസ് വെക്കുന്നതാണ് നല്ലത്. അങ്ങനെ ചെയ്താൽ റൂമിൽ നല്ല രീതിയിൽ എയർ ഡിസ്ട്രിബ്യൂഷൻ നടക്കും. ഇനി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് കൂളിംഗ് പെർഫോമൻസ്. ഫാൻ വാങ്ങുമ്പോൾ ഈ 2 കാര്യങ്ങൾ നോക്കണം. എയർ ഡെലിവറി, അതായത് ഫാൻ എത്രത്തോളം എയർ പുഷ് ചെയ്യുന്നു എന്ന്. RPM, ഫാൻ എത്ര ഫാസ്റ്റിൽ സ്പിന്ന് ചെയ്യുന്നു എന്നതും. ഇപ്പൊ ആറ്റംബർഗിന്റെ അമേസ എന്നുള്ള മോഡൽ ആണെങ്കിൽ 330 RPM, പ്രൈം ആണെങ്കിൽ 350 RPM, എലൈറ്റ് ആണെങ്കിൽ 350 RPM, ഗ്ലാഡിയസ് ആണെങ്കിൽ 330 to 40 RPM ആണ്. ഇതിൽ ബെസ്റ്റ് കോംബോ ഏതാണെന്ന് ചോദിച്ചാൽ എയർ ഡെലിവറി കൂടുതലും RPM കുറവുള്ള ഫാനുകളാണ്. RPM മാത്രം കൂടുതലായാൽ ഫാന് ഫാസ്റ്റ് ആയിട്ട് സ്പിൻ ചെയ്യും, പക്ഷെ കൂളിംഗ് ഫീല് കുറയും. നമ്മൾ ഒരുപാട് ഫാൻസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ആറ്റംബർഗ് ഫാൻസിനുള്ള ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ്, ആറ്റംബർഗ് ഫാൻസ് സാധാരണ സ്ട്രോങ് എയർ ഫ്ലോ നൽകുന്ന ഫാൻസ് ആണ്. ഇപ്പൊ അതിന് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ആറ്റംബർഗ് ഐറിസ് 250 cmm, ഹാവൽസ് 245, ഓറിയന്റ് 240, ആറ്റംബർഗിന് തന്നെ ഹാലോ 235 cmm, ഹാവൽസ് 230, ക്രോംപ്ടൺ 225 ആണ്. ഇതേപോലെ തന്നെ മറ്റുള്ള മോഡലുകളുണ്ട്. ആറ്റംബർഗിന്റെ എലൈറ്റ് 235 cm, ഓറിയന്റ് 225, ആറ്റംബർഗിന്റെ പ്രൈം 225 cmm, ലൂക്കറിന്റെ ആണെങ്കിൽ 215, ക്രോംപ്ടൺ 220. ഇനി ആറ്റംബർഗിന്റെ അമേസ 230 cmm, ലൂക്കറിന്റെ 215, ക്രോംപ്ടന്റെ 220. അതായത് സെയിം പ്രൈസ് റേഞ്ച് ഉള്ള ഫാൻസ് തന്നെ നോക്കുമ്പോൾ ആറ്റംബർഗിന്റെ ഫാൻസ് എയർ ത്രോ കൂടുതലായിരിക്കും. ഇനി ഫാനിന്റെ പെർഫോമൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ സാധാരണയായി നോക്കുന്നത് ബെഡ് കോർണർ വരെ എയർ എത്തുന്നുണ്ടോ, റൂം ഡോർ സൈഡിന്റെ അവിടെയൊക്കെ എയർ ഫ്ലോ കിട്ടുന്നുണ്ടോ, ഫാനും പ്ലസ് ബ്ലാങ്കറ്റ് ഒക്കെ ഇട്ടിട്ട് കംഫേർട്ട് ടെസ്റ്റ് ചെയ്യൂ. കേരളത്തിൽ എസ്പെഷ്യലി ഹ്യൂമിഡിറ്റി കാരണം സ്റ്റഡി എയർ ഫ്ലോ ഇമ്പോർട്ടന്റ് ആണ്.
ഓക്കെ, ഇനി ഫാനിന്റെ നോയ്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ BLDC ഫാൻസ് നോർമൽ ഫാൻസിനെ വെച്ച് നോക്കുമ്പോൾ ജനറലി മോട്ടർ സൗണ്ട് കുറവാണ്. പക്ഷെ നിങ്ങൾക്ക് അറിയാലോ, എയർ സൗണ്ട് കംപ്ലീറ്റ്ലി നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അത് ഏത് ഫാൻ വെച്ചാലും അങ്ങനെ തന്നെ ഉണ്ടാവും. ഞാൻ എൻ്റെ വീട്ടിൽ വർഷങ്ങളായിട്ട് ഇത് യൂസ് ചെയ്യുന്നതോട് പറയുകയാണ്, നമ്മൾ നോർമലി ഇടുന്ന 2-3 സ്പീഡിൽ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയാണ്. മാക്സിമം സ്പീഡ്, അതേപോലെ ബൂസ്റ്റ് മോഡ്, ഇതിലൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും മറ്റുള്ള സാധാരണ ഫാനുകളെക്കാൾ കുറച്ചുകൂടെ നോയ്സ് ഇത് കുറവാണ്. പിന്നെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള വർക്കിംഗ് ആണ്. ഇത് മാക്സിമം സ്പീഡിൽ ഫാൻ റൺ ചെയ്യുമ്പോൾ വബിൾ അല്ലെങ്കിൽ വൈബ്രേഷൻ ഉണ്ടോ എന്നുള്ളതും കൂടെ ചെക്ക് ചെയ്യണം. ഗുഡ് തിങ് എന്താന്ന് വെച്ചാൽ ആറ്റംബർഗിന്റെ എല്ലാ മോഡൽസും വർക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റേബിൾ ആണ്. അങ്ങനെ കിടന്ന് വൈബ്രേറ്റ് ചെയ്യുന്ന വിഷയങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഈവൻ ഫുൾ സ്പീഡ് ആണെങ്കിൽ പോലും. കേരളത്തിൽ അറിയാലോ, പവർ കട്ട് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. BLDC ഫാന്റെ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് ആണ് ഇൻവേർട്ടർ ബാക്കപ്പ് കൂടുതലായിട്ട് കിട്ടും. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നോർമൽ ഫാൻസ് 5 to 6 മണിക്കൂറൊക്കെയാണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ BLDC ഫാന് 10 to 12 മണിക്കൂർ വരെ കിട്ടും. കാരണം പവർ കൺസപ്ഷൻ ഈ ഫാനുകളിൽ വളരെ കുറവാണ്. മാത്രമല്ല, നോർമൽ ഫാന് പോലെ സ്ലോ ആവുകയോ അല്ലെങ്കിൽ ആ കട്ട അങ്ങനെയുള്ള പല സൗണ്ടുകളും ഉണ്ടാകുന്നുണ്ടോ, ഓരോ ഫാനും ഓരോന്നാണ്. അപ്പൊ അങ്ങനെയുള്ള സൗണ്ടുകൾ ഉണ്ടാവുകയോ ചെയ്യില്ല. ഇനി റിമോട്ട് കൺട്രോളും യൂസ് ചെയ്യാനുള്ള കൺവീനിയൻസും നോക്കാം. ആറ്റംബർഗ് ഫാൻസ് മോസ്റ്റ്ലി റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ അമേസ, പ്രൈം, എലൈറ്റ്, ഗ്ലാഡിയസ് ഇതെല്ലാം റിമോട്ട് കൺട്രോൾ ഉള്ളതാണ്. റിമോട്ട് ഇതുപോലെ ഫാനിലോട്ട് പോയിന്റ് ചെയ്തിട്ട് ഫാനിനെ കൺട്രോൾ ചെയ്യാം. ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ആറ്റംബർഗ് റിമോട്ട് യൂണിവേഴ്സൽ റിമോട്ട് ആണ്. അതായത് സെയിം റിമോട്ട് ഉപയോഗിച്ച് തന്നെ വീട്ടിലെ എല്ലാ മൾട്ടിപ്പിൾ ആറ്റംബർഗ് ഫാൻസ് കൺട്രോൾ ചെയ്യാം. ഈ ഒരു കാര്യം എനിക്ക് പേഴ്സണലി അല്ലെങ്കിൽ എൻ്റെ ഫാമിലിക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുണ്ട്. കാരണം ഒരൊറ്റ റിമോട്ട് മതി നമുക്ക് എല്ലാ സംഭവം കൺട്രോൾ ചെയ്യാം. എല്ലാ ഫാനിന്റെ കൂടെയും ഓരോ റിമോട്ട് വെച്ച് കിട്ടുമല്ലോ. അപ്പൊ ചില സമയത്ത് ഒരു ഫാനിന്റെ റിമോട്ട് കേട് വന്നാലും അടുത്ത ഫാനിന്റെ എടുത്തിട്ട് നമുക്ക് എല്ലാത്തിനും യൂസ് ചെയ്യാം. ഇനി ഫാനിൽ യൂസ്ഫുൾ ആയിട്ടുള്ള എന്തൊക്കെ മോഡ്സ് ഉണ്ട് എന്നുള്ളത് നിർബന്ധമായിട്ട് നോക്കുക. ബൂസ്റ്റ് മോഡ് ഉണ്ടോ നോക്കുക. ഇതിലൂടെ മാക്സിമം ഫാനിന്റെ എയർ ഡെലിവറി ലഭിക്കും. സ്ലീപ്പ് മോഡ്, ഇത് ഉറങ്ങുന്ന സമയത്ത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കാറ്റ് നമുക്ക് ലഭിക്കും. പിന്നെ ടൈമർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫാനിനെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ചെയ്യാം. പിന്നെ മൂൺബീം നൈറ്റ് ലാമ്പ് ഉണ്ടോ എന്നുള്ളത് നോക്കുക. അതുണ്ടെങ്കിൽ നല്ല യൂസ്ഫുൾ ആണ്. നൈറ്റ് ടൈമിലൊക്കെ ഒരു ചെറിയ ലൈറ്റ്, ഒരു ചെറിയ വെട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിലുള്ളത് ഇട്ടാൽ മതി. നമ്മൾ സെപ്പറേറ്റ് അതിനെ ലൈറ്റ് ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. എനിക്ക് പേഴ്സണൽ ആയിട്ട് ഇത് വളരെ യൂസ്ഫുൾ ആയതാണ്. ഈ പറഞ്ഞതെല്ലാം ആറ്റംബർഗിന്റെ ഫാൻസിൽ ഉണ്ട്. ഇനി നോക്കേണ്ടതാണ് ഫാനിന്റെ ബിൽഡ് ക്വാളിറ്റി, ബ്ലേഡിന്റെ മെറ്റീരിയലും. ഫാനിന്റെ ബ്ലേഡ്സ് യൂഷ്വലി അലുമിനിയം ആണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് എയർ ഫ്ലോ, ഡ്യൂറബിലിറ്റി ഇതെല്ലാം കിട്ടും. ABS പ്ലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ ക്വയറ്റ് ഓപ്പറേഷൻ, റസ്റ്റ് റെസിസ്റ്റന്റ് ഇതൊക്കെ ആയിരിക്കും. ഇപ്പൊ കോസ്റ്റൽ ഏരിയയിലൊക്കെ ആണെങ്കിൽ പ്ലാസ്റ്റിക് ബ്ലേഡ്സ് ആണ് ബെറ്റർ. ഡസ്റ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആന്റി ഡസ്റ്റ് കോട്ടിംഗ് ഉണ്ടെങ്കിലും ഫാൻസ് ക്ലീൻ ചെയ്യുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. BLDC ഫാൻ ഇൻസ്റ്റാളേഷൻ ഒക്കെ വളരെ ഈസിയാണ്. ചില ഫാൻസിനൊക്കെ ഫ്രീ ഇൻസ്റ്റാളേഷൻ വരെ തരുന്നുണ്ട്. 20 to 30 മിനിറ്റ് ഒക്കെയാണ് ഇൻസ്റ്റാളേഷന് വരിക. ഇമ്പോർട്ടന്റ് തിങ് എന്താന്ന് വെച്ചാൽ വാൾ റെഗുലേറ്റർ നോർമൽ ഫാന് പോലെ BLDC ഫാൻസിന് വേണ്ട. ഫാൻ സ്പീഡ് ഒക്കെ റിമോട്ട് കൺട്രോൾ വഴിയാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ കേരളത്തിൽ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ സ്ഥിരമായിട്ടുള്ള ഒരു കാര്യമാണ്. ആറ്റംബർഗ് ഫാൻസിൽ അപ് ടു 10 കിലോവാട്ട് സർജ് പ്രൊട്ടക്ഷനും 350 വാട്ട്സ് വോൾട്ടേജ് പ്രൊട്ടക്ഷനും ഉണ്ട്. മോസ്റ്റ് അതർ ബ്രാൻഡ്സ് 2 to 4 കിലോവാട്ട്സ് പ്രൊട്ടക്ഷൻ മാത്രമാണ് തരുന്നത്. അതുകൊണ്ട് തന്നെ വോൾട്ടേജ് ഇഷ്യൂസിൽ ആറ്റംബർഗ് സേഫ് ആണ്. പലരും നോക്കാത്തൊരു കാര്യമാണ് വാറണ്ടി ആൻഡ് സർവീസ്. ഇതും എന്തായാലും നോക്കണം. ആറ്റംബർഗ് ഫാൻസ് 5 years വാറണ്ടി വരെ കൊടുക്കുന്നുണ്ട്. എക്സാമ്പിൾ എലൈറ്റ് സീരീസിലൊക്കെ. സർവീസ് സപ്പോർട്ടും ഈ പറഞ്ഞ പോലെ നല്ലതാണ്. ചാറ്റ് ഓർ കോൾ സപ്പോർട്ട്, ഡോർ സ്റ്റെപ്പ് സർവീസ് ഇതെല്ലാം പേഴ്സണലി എനിക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ള കുറച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയ നല്ല ഫാൻസ് പറഞ്ഞുതരാം. ആറ്റംബർഗ് അമേസ എന്ന ഈ മോഡൽ മോഡേൺ ഡിസൈൻ ആണ്. 230 cm എയർ ഫ്ലോ കിട്ടുന്നുണ്ട്. റിമോട്ട് കൺട്രോളും ഉണ്ട്. ഇനി ആറ്റംബർഗ് പ്രൈം എന്നുള്ള ഈ മോഡല് കൊടുക്കുന്ന ക്യാഷിന് വാല്യൂ മോഡലാണ്. 225 cm എയർ ഫ്ലോ, റിലയബിൾ പെർഫോമൻസും കിട്ടും. ആറ്റംബർഗ് ഇലൈറ്റ് എന്നുള്ള ഈ മോഡല് പ്രീമിയം ഫിനിഷ് ആണ്. 235 cm എയർ ഫ്ലോ, അപ് ടു 5 years വാറണ്ടിയും കിട്ടുന്നുണ്ട്. ആറ്റംബർഗ് ഗ്ലാഡിയസ് എന്നുള്ള മോഡൽ ഉണ്ട്. ഇതൊരു പ്രീമിയം ഡിസൈൻ ആണ്. ഹൈ എയർ ഫ്ലോ, പിന്നെ സ്മാർട്ട് ഫീച്ചേഴ്സ് ഉള്ളത് കൊണ്ട് ലോകത്ത് എവിടെ നിന്നിട്ടും മൊബൈൽ വഴി നമുക്ക് കൺട്രോൾ ചെയ്യാം. പിന്നെ റിമോട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ എല്ലാ മോഡൽസും നല്ല ഓപ്ഷൻ ആണ്. ഇതിന്റെ മറ്റുള്ള ഡീറ്റെയിൽസും പ്രൈസ് എല്ലാ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് അതിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് അറിയാം.
സോ എന്തിനാണ് BLDC ഫാൻ വാങ്ങിക്കുന്നതെന്ന് ചോദിച്ചാൽ BLDC ഫാൻ വെർത്താണ്. അതായത് ഫാൻ കൂടുതൽ സമയം റൺ ചെയ്യുന്നുണ്ടെങ്കിൽ, സൈലന്റ് സ്ലീപ്പിംഗ് എക്സ്പീരിയൻസ് വേണമെങ്കിൽ, റിമോട്ട് കൺവീനിയൻസ് വേണമെങ്കിൽ, ഇലക്ട്രിസിറ്റി ബില്ല് കുറയണമെന്നുണ്ടെങ്കിൽ, ഇൻവേർട്ടർ ബാക്കപ്പ് കൂടുതൽ വേണമെങ്കിൽ, ഇവയെല്ലാം വേണ്ടവർക്ക് BLDC ഫാൻ നല്ലൊരു ഓപ്ഷനാണ്. സോ കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനി ഫാൻ ചൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലെ ഓൾഡ് ഫാൻ റിപ്ലേസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിനും നിങ്ങളുടെ ആവശ്യങ്ങൾക്കും അനുസരിച്ച് ആറ്റംബർഗ് അമേസ, പ്രൈം, എലൈറ്റ്, ഗ്ലാഡിയസ് ഇതിലേതും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. എല്ലാത്തിന്റെയും ലിങ്കും വീഡിയോയുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കണ്ടു നോക്കുക അല്ലെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക, എന്തായാലും ഉപകാരപ്പെടും. നിങ്ങൾ നിലവിൽ ഇപ്പൊ ഏത് ടൈപ്പ് ഫാനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതും ഈ പറഞ്ഞ ഫാനുകളിൽ ഏത് മോഡലാണ്, അതിന്റെ ഏത് യൂസേജ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളതും കമന്റ് ചെയ്യുക. മറ്റുള്ളവർ ഈ വീഡിയോ കാണുന്ന സമയത്ത് കമന്റ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ അവർക്കൊരു ഡിസിഷൻ എടുക്കാനൊക്കെ ആ കമന്റ് എന്തായാലും ഉപകാരപ്പെടും. അപ്പൊ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.